എന്തിനു വേണ്ടിയാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ ഇപ്പോൾ യുദ്ധമിടുന്നത്? നമ്മളിപ്പോൾ വസിക്കുന്നത് പ്രാവചനികമായി വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ്. ഇവിടെ ഇസ്രയേലിനുള്ള ബന്ധത്തിൽ നടക്കുന്ന ഓരോ യുദ്ധങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. യുദ്ധങ്ങൾ മാത്രമല്ല, ഓരോ ഡിസിഷൻസും. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ളൊരു വലിയ ഒരു ഒരു ഗ്ലോബൽ വാറിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർ എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയാണ്? പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കമൻ്റ് എനിക്ക് വായിക്കുവാനിടയായി. അത് ആർട്ട് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ് എനിക്ക് ആ ഒരു റെസ്പോൺസ് കിട്ടിയിരിക്കുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്: ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ പക ഭാവിയിൽ ആളിക്കത്താൻ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചൂളയാണ് സമകാലീന യുദ്ധങ്ങൾ. വളരെ കറക്റ്റായിട്ടുള്ളൊരു പദമാണ്, വളരെ കറക്റ്റായിട്ടുള്ളൊരു നിരീക്ഷണമാണത്. ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന യുദ്ധമാണ് ഫൈനൽ വാർ, നമ്മുടെ മുൻപിൽ നടക്കുവാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള യുദ്ധം. അതായത് ഗോഗ് മാഗോഗ് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ ഉൾപ്പെടുന്ന ശക്തികൾ ഒരുമിച്ച് കൂടുതൽ ശൗര്യത്തോടുകൂടെ ഇസ്രയേലിനെതിരെ വരുന്നതിന് വേണ്ടി, അവരെ ഒന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് ഈ യുദ്ധം എന്ന് പറയുന്ന നിരീക്ഷണം തികച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം തന്നെയാണ്. എന്നാൽ അതുമാത്രമല്ല, പല കാരണങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ഒബ്സർവ് ചെയ്തത്, ദൈവവചനത്തിൽ കണ്ട ആ കാരണത്തെ ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുകയാണ്. ആ കാരണം എന്തെന്ന് വെച്ചാൽ, ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇസ്രയേൽ ഒരു വലിയ സുരക്ഷ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതായത് അവർ വലിയൊരു സേഫ്റ്റി അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതായത് ഒരിക്കൽ പോലും അവർ അനുഭവിക്കാത്ത അത്ര രീതിയിലുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സമയത്തേക്ക് അവർ എത്തിച്ചേരുമെന്നാണ് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിലൂടെ നമ്മൾ വായിച്ചറിയുന്നത്. നമ്മൾ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത്, ഈ യുദ്ധത്തിൻ്റെ അതിൻ്റെ ഒരു ഔട്ട്കം എന്നുള്ള നിലയിൽ, അതിൻ്റെ ഒരു അവസാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം എന്നുള്ള നിലയിൽ ഒരു പക്ഷേ ഇസ്രയേൽ അനുഭവിക്കുവാനായി പോകുന്ന ആ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുവരെയും അവർ അനുഭവിക്കാത്ത ഒരു സുരക്ഷയായിരിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഇസ്രയേലിൻ്റെ ചുറ്റിനുമുള്ള, ഇസ്രയേലിനെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന വലിയ ശക്തികളിൽ പ്രധാനമായും 3 നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. യമനിലെ ഹൂതികളെയും ലെബനോനിലെ ഹിസ്ബുളയെയും പലസ്തീനിലെ ഹമാസിനെയും നേരിട്ട് നിയന്ത്രിക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഇറാൻ്റെ പതനത്തോടുകൂടെ, അല്ലെങ്കിൽ ഇറാനെ ഒതുക്കുന്നതിലൂടെ, ഇറാനെ സൈലൻസ് ചെയ്യുന്നതിലൂടെ ഇസ്രയേലിന് കൈവരിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സമ്മാനം എന്ന് പറയുന്നത്, ഈ 3 ശക്തികളും അതുമല്ല ചുറ്റിനുമുള്ള മറ്റ് ശക്തികൾ, രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിനെ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം, ഇസ്രയേലിന് ചുറ്റുമുള്ള ബാക്കിയുള്ള രാജ്യങ്ങളെ എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ വലിയ രാജ്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം, നമ്മുടെ കേരളത്തിൻ്റെ പോലും വലുപ്പമില്ലാത്ത ഒരു ചെറിയ രാജ്യം നിന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെയും വിറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ യുദ്ധത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും തയ്യാറാകുന്നില്ല. ഈ യുദ്ധത്തിലൂടെ ഒരു പക്ഷേ ഇസ്രയേലിന് കൈവരിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ മുന്നോടിയായി ഇസ്രയേൽ അനുഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ആ സ്വസ്ഥത തന്നെയായിരിക്കും. നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കുവാനായി പോവുകയാണ്. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. അവിടെ നീ എന്ന് പറയുന്നത് റഷ്യയുടെ നേതാവിനെ കുറിച്ചാണ്. റഷ്യയുടെ നേതാവിൻ്റെ നേതൃത്വത്തിൽ റഷ്യയും ഇറാനും ലിബിയയും തുർക്കിയും ഒക്കെ വരുന്ന ആ സൈന്യത്തിൻ്റെ നേതാവിനെ കുറിച്ചാണ് പറയുന്നത്. നീ ആകർഷിക്കപ്പെടുന്ന ജാതി എന്ന് പറയുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ, എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. ഒരിക്കൽ ഇസ്രയേൽ മക്കൾ അവിടെ പാർത്തിരുന്നില്ല, യഹൂദന്മാർ അവിടെ പാർത്തിരുന്നില്ല. എന്നാൽ ജാതികളുടെ ഇടയിൽ നിന്ന്, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ടവരായി 1948 മുതൽ യെരുശലേമിലും ഇസ്രയേലിലും പാർക്കുന്ന യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവർ നിർഭയമായി വസിക്കും. 1948 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയത്തോടുകൂടെ തന്നെയാണ് അവർ വസിക്കുന്നത്. ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നിർഭയാവസ്ഥ ഇസ്രയേലിന് ഇതുവരെയും കൈവരിക്കുവാൻ സാധ്യമായിട്ടില്ല. അവിടെ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും എന്ന് നീ പറയും. കൊള്ളയടിക്കേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതി
ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചുമിരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും നീ കൈ നീട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും. ഗോഗ് മാഗോഗ് ശക്തികളെക്കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ റഷ്യയെക്കുറിച്ചും ഇറാനെക്കുറിച്ചും ഒക്കെ പറയുകയാണ്. നീ അപ്രോച്ച് ചെയ്യുവാനായി പോവുകയാണ്, നീ ആ യുദ്ധത്തിന് വേണ്ടി നീ ചെല്ലുവാനായി പോവുകയാണ്. യുദ്ധത്തിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അവർ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ സുരക്ഷിതമായി ഇരിക്കുകയാണ്, അത് സ്വൈര്യമായി വസിക്കുകയാണ്. അവരുടെ നേരെയാണ് നീ ചെല്ലുന്നത്. ആ യുദ്ധമെന്ന് പറയുന്നത് ഇസ്രയേൽ അങ്ങോട്ട് പോയി ചെയ്യുന്ന യുദ്ധമല്ല. ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു സൈനിക നീക്കം നടക്കുന്നു എന്നുള്ളൊരു സൂചന പോലും ഇസ്രയേലിന് ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു യുദ്ധമായിട്ടാണ് ഗോഗ് മാഗോഗ് യുദ്ധത്തെ നമുക്ക് വീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും സാധ്യമായിത്തീരുന്നത്. അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഒരു യുദ്ധമായി ഗോഗ് മാഗോഗ് യുദ്ധം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് അതിന് മുഖാന്തരമായി തീരുന്നത് ഇസ്രയേലിൻ്റെ സ്വസ്ഥത എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മുൻപിൽ ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമായിരിക്കുവാനുള്ള സാധ്യത വളരെയുണ്ട്. ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടെ ഇസ്രയേലിന് കൈവരിക്കുവാനായി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്വസ്ഥതയും സ്വൈര്യതയും എന്ന് പറയുന്ന ഒരു പ്രതിഫലം തന്നെയായിരിക്കും. അങ്ങനെ ഇസ്രയേൽ അവരുടെ എല്ലാ ശത്രുക്കളെയും സൈലൻസ് ചെയ്തു എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനകത്ത് ഇറാനുണ്ട്, ഹൂതികളുണ്ട്, ഹിസ്ബുള്ളയുണ്ട്, ഹമാസ് ഉണ്ട്. ഇവരെയൊക്കെയും ഓരോ ഭാഗത്തു നിന്ന് മുറിച്ചു മാറ്റി നിർവീര്യമാക്കി അവരുടെ ഭീഷണിയൊന്നുമില്ലാതെ ഇസ്രയേൽ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന സമയത്തായിരിക്കും ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുവാനായി പോകുന്നത്. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രയേലിനെതിരെ നിൽക്കുന്ന എല്ലാ ശത്രു രാജ്യങ്ങളും സൈലൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറാൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രാജ്യമാണ്. ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇസ്രയേൽ മുൻകൈ എടുക്കുന്ന ഒരു യുദ്ധമല്ല, എന്നാൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു യുദ്ധമായിരിക്കും. ഈ യുദ്ധത്തിന് വേണ്ടി ഗോഗ് മാഗോഗ് ശക്തികൾ ഇസ്രയേൽ പർവ്വത നിരകളിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രയേലിനെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു യുദ്ധമായിരിക്കും. ഇങ്ങനെയുള്ളൊരു യുദ്ധം ഇസ്രയേലിൻ്റെ റിസോഴ്സുകളെ കൈവശമാക്കുന്നതിന് വേണ്ടി റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്ന ആ യുദ്ധമെന്ന് പറയുന്നത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു യുദ്ധമായിരിക്കും. കണക്കുകൾ കൂട്ടി ഏറ്റവും കൃത്യമായി പഠിച്ചതിന് ശേഷമുള്ള യുദ്ധമായിരിക്കും. ഇസ്രയേൽ അന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും അത് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ അവസ്ഥയെക്കുറിച്ച് എങ്ങനെയാണ് ഒരാൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്? വെൻ ഇസ്രയേൽ ഈസ് സേഫ് ഇനഫ് ടു ലോവർ ദെയർ ഡിഫൻസസ്, അതായത് അവരുടെ പ്രതിരോധ മാർഗങ്ങളൊന്നും ഇനിയും വേണ്ട, അതിൻ്റെ ആവശ്യകത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലോ ചെയ്യുന്ന സമയത്ത്, സ്വസ്ഥതയോടുകൂടി ഇരിക്കുന്ന സമയത്തായിരിക്കും ഇസ്രയേലിനെതിരെ അങ്ങനെയുള്ളൊരു യുദ്ധം നടക്കുന്നതെന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ സ്പഷ്ടമായി എഴുതി വച്ചിരിക്കുകയാണ്. അതായത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഒരു ആങ്സൈറ്റിയുടെ ആവശ്യമില്ലാത്തൊരു സമയത്തായിരിക്കും ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്നത്. ഈ ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊരു വെറുതെ യുദ്ധം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല, എന്നാൽ പ്രാവചനികമായി വളരെ പ്രസക്തമായിട്ടുള്ള അന്ത്യകാല സംഭവങ്ങളിൽ പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധം നടക്കുന്നതിലൂടെ അവിടെ വെളിപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ശക്തിയോ ഇസ്രയേലിൻ്റെ ഡിഫൻസിൻ്റെ പവറോ ഒന്നുമല്ല. അവിടെ വെളിപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ പരിപാലകൻ്റെ ശക്തിയാണ്, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിൻ്റെ ബലമായിരിക്കും അവിടെ വെളിപ്പെടുന്നത്. കാരണം ഈ ശക്തികൾ ഇസ്രയേലിനെ ഇങ്ങനെ അപ്രതീക്ഷിതമായി ആക്രമിക്കുവാൻ വരുന്ന സമയത്ത് തന്നെ ഇസ്രയേൽ പർവ്വത നിരകളിൽ അവർ ഭൂകമ്പത്താലും തീയാലും ഒക്കെ നശിക്കുന്ന ഒരു വലിയ സംഭവമാണ് നമ്മൾ കാണുവാനായി പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, യേശു കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിക്കും? ഈ ഇസ്രയേൽ സ്വസ്ഥതയൊക്കെ അനുഭവിച്ചതിന് ശേഷമാണോ? ഇനി വർഷങ്ങൾ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരോട് ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. 2000 വർഷമായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ കള്ളനെ പോലെ വരും. ഇതിൻ്റെ നടുവിൽ ഏതു സമയവും യേശു കർത്താവിൻ്റെ വരവ് സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇസ്രയേൽ ആ സ്വസ്ഥതയിലേക്ക് എത്തണമെന്നില്ല. ഗോഗ് മാഗോഗ് യുദ്ധം നമ്മുടെ മുൻപിൽ നടക്കണമെന്നില്ല. ദൈവത്തിൻ്റെ ടൈമിങ് എത്രയാണെന്ന് കൃത്യമായി നമുക്കതിനെ പറയുവാൻ സാധ്യമാവുകയില്ല. എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്രതീക്ഷിതമായി നമ്മൾ കാത്തിരിക്കാത്ത സമയത്തായിരിക്കാം യേശു കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ അലേർട്ടാകേണ്ട സമയമാണ്. യേശു കർത്താവിൻ്റെ വരവിൻ്റെ കാലൊച്ച നമ്മുടെ മുൻപിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും ഒക്കെയും അവിടെ ഇവിടെ ഉണ്ടാകുമ്പോൾ ജാതി ജാതിയോട് കലഹിക്കുന്ന സമയത്ത്
നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇസ്രയേൽ ഒരു രാജ്യമായി അവർ ഗോഗ് മാഗോഗ് യുദ്ധത്തിനു വേണ്ടിയും അവർ അന്ത്യകാല യുദ്ധങ്ങൾക്ക് വേണ്ടിയും അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയും തയ്യാറാകട്ടെ. അതേസമയം തന്നെ ദൈവമക്കളാകുന്ന നാം യേശു കർത്താവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി, നമ്മളുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. എന്നാൽ ഇസ്രയേൽ പ്രവേശിക്കുവാൻ പോകുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സ്വസ്ഥതയാണ്. അതൊരു പരിപൂർണമായ സമാധാനമല്ല, അതൊരു ടെമ്പററി പീസാണ്. ആ പീസ് അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിനെ തകർക്കുന്നതിന് വേണ്ടി ഒരു വലിയ യുദ്ധം വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇസ്രയേൽ അവരുടെ പരിപൂർണമായിട്ടുള്ള സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരു രാജ്യമായി അവരുടെ പാപം ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തു ആകുന്ന മശീഹയെ അവർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് ദൈവം നമുക്ക് ആ കവനൻ്റ് ഓഫ് പീസിലേക്ക് പ്രവേശിക്കുവാൻ അവസരം നൽകിയിരിക്കുകയാണ്. ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ വൈരികളായ നമ്മളെ തൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൻ്റെ നീതി പ്രാപിക്കുവാനുള്ള വലിയ അസുലഭ സന്ദർഭമാണ്, ഭാഗ്യമാണ് നമുക്ക് സിദ്ധിച്ചിരിക്കുന്നത്. ആകയാൽ ഇസ്രയേൽ ഒരു വശത്ത് ഒരുങ്ങട്ടെ, ഇറാൻ ഒരു വശത്ത് ഒരുങ്ങട്ടെ, റഷ്യ ഒരു വശത്ത് ഒരുങ്ങട്ടെ. ദൈവമക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും, ഒരു പക്ഷേ യേശു കർത്താവിന് ഇതുവരെയും അറിയാത്ത നിങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തെ യേശു കർത്താവിന് വേണ്ടി നൽകുവാനുള്ള ഒരു നല്ല സമയമാണിത്. അതുകൊണ്ട് താമസിക്കരുത്, നാളെ എന്നുള്ള നിലയിൽ മാറ്റിവെക്കരുത്. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ പ്രത്യക്ഷത ഏതു സമയവും ഇതിൻ്റെ നടുവിൽ സംഭവിക്കാം. ആകയാൽ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.